ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു ആയുഷ്കാലം അത്രയും മലയാളികൾക്ക് വായിക്കാനുള്ളത് എഴുതി വച്ചിട്ടാണ് ആ മനുഷ്യൻ കടന്നു പോകുന്നത്. ഇപ്പോൾ നിശ്ചലനായി അദ്ദേഹം തിരികെ വരികയാണ്, തിരികെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനിയൊരു മടങ്ങിവരവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് നൽകിയ ആ അക്ഷരങ്ങൾക്ക്, ആ സ്നേഹത്തിന് അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് കൊടുത്ത് പറഞ്ഞ് അയക്കുകയാണ് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള കടമയെന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഓരോ മലയാളിയുടെയും കടമയാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങളെ, വിവിധ തലങ്ങളെ MD എഴുതി വച്ചിട്ടുണ്ട്. അതൊരു ആയുഷ്കാലം മുഴുവൻ നമ്മളിരുന്ന് വായിച്ചാലും അത് തീരില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ മലയാളത്തിന് ലഭിച്ച പുണ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ തിരികെ മടങ്ങുകയാണ്, വീട്ടിലേക്ക് മടങ്ങുകയാണ്. എത്രയോ തവണ അദ്ദേഹം ഇതുപോലെ ആശുപത്രിയിലേക്ക് വന്നു, തിരികെ ഒരു നനുത്ത പുഞ്ചിരിയോടെ മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മരണമെന്ന സത്യത്തിന് മുന്നിൽ അദ്ദേഹത്തിനും കീഴടങ്ങേണ്ടി വന്നു, അദ്ദേഹത്തിനും പോകേണ്ടി വന്നു. ഒരു പക്ഷേ ഇനി നമ്മൾക്കറിയാത്ത, നമ്മൾക്ക് പരിചയമില്ലാത്ത മറ്റൊരു ലോകത്തിരുന്ന് MD കഥകൾ എഴുതുമായിരിക്കും. ആ കഥകൾ നക്ഷത്രങ്ങളായി നമ്മുടെ ആകാശത്ത് തിളങ്ങുമായിരിക്കും. അങ്ങനെയൊക്കെ വിശ്വസിക്കാം നമുക്ക്. കാരണം അത്രമാത്രം ഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് MD എന്ന് പറയുന്ന ആ മഹത്തായ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഭാവനകളെ, അദ്ദേഹത്തിൻ്റെ നമുക്ക് നൽകിയ സംഭാവനകളെ കടമെടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാം. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ വായിക്കുന്ന, അദ്ദേഹത്തെ ഇനിയിപ്പോൾ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഏറ്റവും സ്നേഹത്തോടെ നിൽക്കുന്ന ഓരോ മലയാളിക്കും അത് അങ്ങനെ തന്നെ ചിന്തിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രമാത്രം മലയാളിയുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വത്തായിരുന്നു MD വാസുദേവൻ നായർ. കാരണം അത്രമാത്രം മലയാളത്തിൻ്റെ, ഒരു മലയാളി മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത എത്രയോ എഴുത്തുകൾ നമ്മുടെ മുൻപിലുണ്ട്, എത്രയോ വാക്കുകൾ. ഇപ്പോൾ MD പ്രയോഗിച്ച വാക്കുകളൊക്കെ പലപ്പോഴും നമ്മളും പലയിടങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും MD പ്രയോഗിക്കുന്ന ആ ഭംഗിയോ ആ അർത്ഥമോ അതിന് കിട്ടാറില്ല. അപ്പോൾ പ്രയോഗിക്കേണ്ട ഇടത്ത് നൽകുമ്പോഴാണ് അക്ഷരത്തിന് അർത്ഥമുണ്ടാകുന്നത്, അക്ഷരത്തിന് ഭംഗിയുണ്ടാകുന്നതെന്ന് MD നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മലയാള സാഹിത്യം MDക്ക് മുൻപും MDക്ക് ശേഷവുമെന്ന് രണ്ടായി പകുത്തപ്പെട്ട് കഴിഞ്ഞു. MD ഉള്ള കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ച്, ഓരോ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ്. ആ അക്ഷരങ്ങൾ വായിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മൾ ചെയ്ത ഏതോ പുണ്യത്തിൻ്റെ വലിയ ഫലമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയും നമുക്കതിനെ വിശ്വസിച്ചെടുക്കാം. കാരണം അതിനുള്ള ഭാവനയും ആ എഴുത്തുകാരൻ നമുക്ക് തന്നിട്ടാണ്, ബാക്കി വച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ അവസാന വാക്കുകൊണ്ട് അവസാന വരി എഴുതുന്ന കാലത്തോളം ആ രണ്ടക്ഷരം MD നമ്മുടെ മുൻപിലുണ്ടാകും. വലിയൊരു ഓർമ്മയായി, തിളങ്ങുന്ന വെളിച്ചമായി ഇനി നമ്മുടെ കൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. MDയുടെ ഭൗതിക സാന്നിധ്യം മാത്രമാണ് നമ്മുടെ കൂടെ ഇനി ഇല്ലാതാകുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അക്ഷരങ്ങൾ, എഴുത്തുകൾ നമ്മുടെ കൂടെയുണ്ട്. അത് നമുക്ക് വഴികാട്ടിയാകും മുന്നോട്ടുള്ള യാത്രയിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം തിരികെ മടങ്ങുന്നതിൻ്റെ അവസാന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുദർശനം ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നാളെ മറ്റു കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും MD തിരികെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്തവണ അദ്ദേഹം നമ്മളോട് സംസാരിക്കാനില്ല, നമുക്ക് പറയാനുള്ളത് കേൾക്കാനും നിൽക്കുന്നില്ല. പ്രിയ കഥാകാരൻ യാത്രയാവുകയാണ്. എഴുതി വച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. അത് വായിച്ചുകൊണ്ട് നമുക്ക് ആ മനുഷ്യനെ ഓർത്തെടുക്കാം. അദ്ദേഹം നമുക്ക് നൽകിയ വാക്കുകളെ ഓർത്തെടുത്തുകൊണ്ട് ആ ജീവിതം നമുക്ക് അനുഭവിച്ചറിയാം. ആ ജീവിതം നമുക്ക് അത്രമാത്രം ഓർമ്മകൾ നൽകുന്നുണ്ട് MD വാസുദേവൻ നായർ നമുക്ക്. അത് കേവലം ഒരു എഴുത്തുകാരൻ എന്നതിനപ്പുറത്തേക്ക് മലയാളിയുടെ ഒരു കാരണവരായി എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അധികം സംസാരിക്കാറൊന്നുമില്ല MD എപ്പോഴും. വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ പിശുക്കനാണ് എന്ന് പലപ്പോഴും പലരും കളിയായും കാര്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും പറയേണ്ട കാര്യങ്ങൾ കാര്യമാത്ര പ്രസക്തമായ വാക്കുകളിൽ നമ്മളോട് സംവദിച്ചിട്ടുണ്ട്. പറയേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അത് മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. ആ രാഷ്ട്രീയം അത് പലപ്പോഴും ചിലരുടെയൊക്കെ കണ്ണിലെ കരടാക്കുകയും ചെയ്തിട്ടുണ്ട് MD വാസുദേവൻ നായരെ. നിർമ്മാല്യം പോലുള്ള എഴുത്തുകളൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാലമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം MD അതൊക്കെ നേരത്തെ എഴുതി നമ്മളോട് പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചരിത്രമുണ്ട് MD എന്ന് പറയുന്ന രണ്ടക്ഷരത്തിന്. ആ രണ്ടക്ഷരത്തിൽ മലയാളി സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ട് ഒരു യുഗത്തിൻ്റെ സംഭാവനകൾ. അത്രമാത്രമുണ്ട്. പറഞ്ഞാലും തീരാത്ത എഴുത്തുകൾ, കൃതികൾ. എല്ലാവരും സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. എല്ലാ കഥകളെയും, നോവലുകളെയും, ചലച്ചിത്രങ്ങളെയും ഒക്കെ പേരെടുത്തും ഒക്കെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് MD എന്ന് പറയുന്ന രണ്ടക്ഷരം നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഒരു അത്ഭുതമായിട്ടാണ്. കാരണം നേരത്തെ എപ്പോഴോ പറഞ്ഞു പോയതുപോലെ ഈ
മാതൃഭാഷയെ അമ്മയായിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കാറ്, നമ്മൾ കരുതാറ്. അപ്പോൾ ആ അമ്മയെ ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്ന എം ജിയെ നമ്മൾ അപ്പോൾ എന്ത് വിളിക്കണം? ഒരു അത്ഭുതമെന്നല്ലാതെ എന്താണ് നമുക്ക് പറയാനുള്ളത്? അയാളൊരു അത്ഭുതമായിരുന്നു, അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൻ്റെ ഒരു മഹാ അത്ഭുതം.